and welcome to yet another beautiful evening with me, Ramita John, on Youngistan. Ivide we talk young, we think young, and we listen to the young. Youngistan is a young show. അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയി ചിന്തിക്കാൻ, ഇന്നോവേറ്റീവ് ആയ കാര്യങ്ങൾ കാണാൻ, എക്സ്ട്രാ ഓർഡിനറി ആയ സംഭവങ്ങൾ കേൾക്കാൻ മാത്രം താല്പര്യമുള്ള ഒരു പ്രോഗ്രാം. സോ ലൈക്ക് എവറി അതർ ഡേ, ഇന്നും I will introduce you to a new, young, different and extraordinary youth. But അതിനു മുമ്പ് the youth these days, at least ഒരു നല്ല percentage youngsters tech savvies ആണ്. They speak technology, listen to technology, even ഉറങ്ങുമ്പോൾ പോലും technology. അങ്ങനെയുള്ള ടെക്നോളജി ബഫ്സിന് ഗൂഗിൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഗൂഗിൾ ഗ്ലാസ്. വിത്ത് എ സിംഗിൾ ടാപ്പ്, ലൈറ്റ് ഫ്രീ ലിവിങ്, അതാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ്സ് എൻ ഓസം ഇൻവെൻഷൻ. നൗ ഈ ട്യൂട്ടോറിയലിൽ പറയാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് $1,500 ആണ്. അത് ഡോളേഴ്സിലാണ്. ഇന്ത്യൻ റുപ്പീസിൽ പറയുവാണെങ്കിൽ അറൗണ്ട് 1 lakh, ഓൾമോസ്റ്റ് അറൗണ്ട് 1 lakh ആയിട്ട് വരും. ബട്ട് സപ്പോസ് ഇത് നിങ്ങൾക്കൊരു 1,500 ഓർ ലെസ് ദാൻ ദാറ്റ് മാത്രമായി കിട്ടുവാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? Well, ഒരു മലയാളി, in fact a young, different and as I said, extraordinary person from Kochi ഇത് സാധ്യമാക്കി. Let me introduce you and I take much pride in that to welcome Arvind Sanjeev. So, hello Arvind. Hi. Thank you for coming on my show. Sure, my pleasure. Alright. So, Arvind ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ പറയാൻ താല്പര്യമുണ്ട്. ഗൂഗിൾ ഗ്ലാസ് ഒരു ചീപ്പർ റേറ്റ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? എക്സാക്ട്ലി, ഇത് ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ട്. ഐ ഇന്റൻഡഡ് ദിസ് ടു ബി ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആണിത്. ഇതെനിക്ക് കമേഴ്ഷ്യലൈസ് ചെയ്യാനോ ഇതിനെ പ്രോഡക്റ്റ് ആക്കാനുള്ള ഇന്റൻഷൻ ഇല്ല. ഇത് ഇവിടുത്തെ സ്റ്റുഡൻസും ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി അവരെ ഇൻസ്പയർ ചെയ്യാൻ, അവർക്ക് സ്വന്തമായിട്ട് അവർ തന്നെ ഒരു ഗൂഗിൾ ഗ്ലാസ് വേർഷനോ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഒബ്വിയസ്ലി ആർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ പ്രോഡക്റ്റ് $1,500, ഇറ്റ്സ് അൺഇമാജിനബിൾ. പക്ഷേ ഇമാജിൻ ഇവിടുത്തെ സ്റ്റുഡൻസും ആൾക്കാരും ഇതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഇഫ് ദേ ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ദിയർ ഓൺ ഹോം, വീട്ടിലല്ല ഒരു ലോക്കൽ സ്റ്റോറിൽ കിട്ടുന്ന നോർമൽ സാധനങ്ങളൊക്കെ വെച്ച് ഇമാജിൻ ഇഫ് ദേ ക്യാൻ മേക്ക് ഇറ്റ് ആൻഡ് ബി മാർവലസ്, റൈറ്റ്? സോ ദാറ്റ് വാസ് മൈ മെയിൻ ഇന്റൻഷൻ. നമ്മളുടെ സാധാരണ ഇവിടെ കയ്യിൽ നമ്മൾക്ക് എത്തുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് യു ക്യാൻ മേക്ക് എ ഗൂഗിൾ ഗ്ലാസ്. ഇസ് ദാറ്റ് വാട്ട് യു ആർ സേയിങ്? സോ അതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യാവോ? ലേ മാൻ ക്യാൻ ലൈക്ക് മീ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. സോ ബേസിക്കലി ഗൂഗിൾ ഗ്ലാസിന്റെ ഫംഗ്ഷനാലിറ്റീസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വെബ് ക്യാം ഉണ്ട്. ഇറ്റ് അലൗസ് ഫസ്റ്റ് പേഴ്സൺ വീഡിയോ സ്ട്രീമിംഗ്. നമ്മൾ കാണുന്ന അതേ വ്യൂ വേറെ ഒരാൾക്ക് കാണാം. പിന്നെ അതിൽ വോയിസ് റെക്കഗ്നിഷൻ ഉണ്ട്, ടച്ച് ഇൻപുട്ട്, ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. സോ ഇതേ ഫംഗ്ഷനാലിറ്റീസ് ഞാൻ എൻ്റെ ഒരു വേർഷനിൽ തന്നെ ഒരു വേറബിൾ ഡിസ്പ്ലേ ആക്കി അഡോപ്റ്റ് ചെയ്തു. സോ ബേസിക്കലി ഗൂഗിൾ ഗ്ലാസ് മാതിരി അത്ര സ്ലീക്കും കോമ്പാക്റ്റും ഒന്നും അല്ലെങ്കിലും ഇത് ഞാൻ ഇവിടെ ലോക്കലി കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയ ഒരു വേർഷനാണ്. സോ ദാറ്റ് എവറി വൺ ക്യാൻ എക്സ്പീരിയൻസ് wearable technologies and head mounted displays, etc. So അതിൻ്റെ ജസ്റ്റ് അതിലെ ബ്രീഫായിട്ട് കമ്പോണൻസ് പറയുമ്പോൾ ജസ്റ്റ് ഒരു നോർമൽ വെബ് ക്യാം. Yeah. So basically I tried it to do it with a glass, but എനിക്ക് അതിനെ ഒരു ഡിഫറെൻ്റ് ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. And also it's a little bulky, as everyone can notice. So not exactly fashionable, I guess. Yeah, exactly. So but I was able to do this within 2 to 3 weeks and with all the components locally available in Cochin. Okay. So yeah. അപ്പോൾ ബേസിക്കലി ഇതിലൊരു ചെറിയ LCD ഡിസ്പ്ലേ ഉണ്ട്. അതൊരു എന്താ പറയുക, ഒരു ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേ ആയിട്ട് ആക്ട് ചെയ്യും LCD ഡിസ്പ്ലേ. ദെൻ ഐ ഹാവ് എ വെബ് ക്യാം, എ നോർമൽ USB വെബ് ക്യാം. ദെൻ ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന ദിസ് ഇസ് ആക്ച്വലി എ സ്മോൾ PC. ഇറ്റ്സ് കോൾഡ് റാസ്ബെറി പൈ. നിങ്ങൾ വീട്ടിൽ കാണുന്ന വലിയ ഡെസ്ക്ടോപ്പോ വലിയ ലാപ്ടോപ്പിൻ്റെ ഇക്വലൻ്റ് അത്രയും പവർഫുൾ അല്ലെങ്കിലും അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഈ ചെറിയ ക്രെഡിറ്റ് കാർഡ് സൈസ് ബോർഡ്. സോ ദിസ് ഇസ് ആൻ ഓപ്പൺ സോഴ്സ് ബോർഡ്. ഇതിൻ്റെ കമ്മ്യൂണിറ്റീസും എല്ലാം ഉണ്ട്. സോ ബേസിക്കലി ഇത് ഫുൾ ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റാണ്. ഞാൻ ഓപ്പൺ സോഴ്സ് ടൂൾസ് വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് ഹൗ എനി വൺ ക്യാൻ മേക്ക് ദിസ് ഓൺ ദെയർ ഓൺ. സോ ബേസിക്കലി ഇവിടുത്തെ സ്റ്റുഡൻസിന് ദേ ഓൾ ക്യാൻ മേക്ക് ദർ ഓൺ വേർഷൻസ്. അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നോളജി എടുത്ത് അവർക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ, വേറബിൾ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാർട്ടപ്സിന് വേറെ എന്തെങ്കിലും ഐഡിയ മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. So ഈ wearable technology എന്ന് പറയുമ്പോൾ we have like a whole bunch of smart watches ഇപ്പം അല്ലേ, ആൻഡ്രോയിഡ്സ്, ടാബ്ലറ്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഗൂഗിൾ ഗ്ലാസിന്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു റൺ അല്ലെങ്കിൽ വി ആർ വിത്ത് ആർ ഫ്രണ്ട്സ്, ഒരു ആബ്സല്യൂട്ട് ഫ്രീ ലിവിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഡു യു തിങ്ക് ഇതിനെ കുറച്ചുകൂടെ കോമ്പാക്ട് ആക്കി ഗൂഗിൾ ഗ്ലാസിന്റെ രീതിയിൽ കുറച്ചുകൂടെ സ്ലീക്ക് ആൻഡ് ഫാഷനബിൾ, വേണമെങ്കിൽ ഐ വോണ്ട് യൂസ് ദാറ്റ് വേർഡ്, ഫാഷനബിൾ ആക്കാൻ പറ്റുമോ? Okay, so basically നേരത്തെ പറഞ്ഞ മാതിരി if I can do this project within like 2 weeks with all the resources available here, imagine what can be done within 6 months with a little bit more funding.
അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തായാലും $1,500 ആകത്തില്ല. ഇല്ല, നെവർ. നമ്മളുടെ ഇവിടെ കിട്ടുന്ന ഇത് ഞാൻ ബേസിക്കലി ലോക്കൽ സ്റ്റോഴ്സിന് എല്ലാം റീറ്റെയിൽ പ്രൈസ് മേടിച്ച കമ്പോണൻസ്. സോ ബേസിക്കലി ഇഫ് എനിവൺ വാണ്ട്സ് ടു കമേഴ്ഷ്യലൈസ് ദിസ്, ഇതിന്റെ ഹാഫ് പ്രൈസ് പോലും ആവില്ല ബേസിക്കലി ബിൽ ഓഫ് മെറ്റീരിയൽസ്. ഈ ഗൂഗിൾ ഗ്ലാസിന് ഒരു എന്താ ഒരു നെഗറ്റീവ് സൈഡ്, ലൈക്ക് എവറി പ്രോഡക്റ്റ് നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്ലി ഭയങ്കര സിമ്പിൾ ആയിട്ട് ആബ്സ്ട്രാക്ട് ആയിട്ട് പറയുവാണെങ്കിൽ തിയേറ്റേഴ്സിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, മൂവി തിയേറ്റേഴ്സിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വി കാൻ ഗോ സംവെയർ, ഇറ്റ്സ് റെസ്ട്രിക്റ്റഡ് ബിക്കോസ് നമ്മളൊരു ടച്ചിലൂടെ തന്നെ ലൈവ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ പീപ്പിൾ ഹാവ് റെസ്ട്രിക്റ്റഡ് എക്സാംസിന് കുട്ടികൾ ഗൂഗിൾ ക്ലാസ് കൊണ്ടുപോകുന്നു. സോ ഇൻ ദിസ് പ്രോട്ടോടൈപ്പ് ഹാവ് യു ട്രൈ ടു റിക്കവർ അല്ലെങ്കിൽ റിമൂവ് ഓൾ ദാറ്റ് നെഗറ്റീവ് സൈഡ്? സോ ബേസിക്കലി ദിസ് ഇസ് എ ഹാക്ക്. ആർക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഇഷ്ടമായി ആഡ് ചെയ്യാം. സോ ഇതിൽ ഞാൻ ഒരു വെബ് ക്യാം വെച്ചിട്ടുണ്ട് ജസ്റ്റ് സ്ട്രീമിങ്ങിന് വേണ്ടി. ഇപ്പോൾ ഇഫ് സമൺ വാണ്ട്സ് ടു മേക്ക് അനദർ വേർഷൻ ഓഫ് ദിസ്, ദേ ക്യാൻ സിംപ്ലി റിമൂവ് ദ വെബ് ക്യാം. ദെൻ ആ വെബ് ക്യാം ഊരിയ പകുതി പ്രശ്നങ്ങളും തീർന്നു, പ്രൈവസിന്റെ പ്രോബ്ലംസ് തീർന്നു, തിയേറ്റേഴ്സിൽ കൊണ്ടുപോകാനുള്ള റെസ്ട്രിക്ഷൻസ് മാറി കിട്ടും. സോ എനി വൺ ക്യാൻ അഡാപ്റ്റ് ദിസ് ആൻഡ് മേക്ക് ദർ ഓൺ വേർഷൻസ്. ഇഷ്ടമുള്ള മാതിരി വെബ് ക്യാം ഊരിയ റെസ്ട്രിക്ഷൻസ് കുറയും. വെബ് ക്യാം ആഡ് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് മോർ ഫീച്ചേഴ്സ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ പീപ്പിൾ ഹു വാണ്ട് ടു യൂസ് ഇറ്റ് ഇൻ വാട്ട് എവർ വേ ദേ ലൈക്ക്. Another feature about Google Glass is that നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഡേറ്റയും ഇറ്റ് ഗോസ് ടു എ സെർവർ. സോ അതുപോലെ തന്നെ യോർ പ്രോഡക്റ്റ് ഇപ്പോൾ വരുവാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സെർവറിൽ പോവുകയാണെങ്കിൽ how do you exercise the discretion? അതായത് എനിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഐ വോണ്ട് കീപ് ഇറ്റ് ടു മൈസെൽഫ്. സഡൻലി സംബഡി സംവെയർ ഇസ് നോയിങ് എവറിത്തിങ് അല്ലേ? അത് ശരിയല്ലല്ലോ. അപ്പം what do you have to say? സോ ബേസിക്കലി ഇതിലെ കോഡും ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസും എല്ലാം ഞാൻ എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് DIY ഹാക്കിംഗ്. ആ സൈറ്റിൽ ഞാൻ ഇതിലെ ഫുൾ ട്യൂട്ടോറിയലും ഇതിൽ യൂസ് ചെയ്ത കമ്പോണൻസ് എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഈവൻ ദ സോഫ്റ്റ്വെയർ ദാറ്റ്സ് റണ്ണിങ് ബിഹൈൻഡ് ദ ഗാഡ്ജറ്റ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ സോഴ്സ് കോഡ് ഇഷ്ടമുള്ള മാതിരി മോഡിഫൈ ചെയ്യാം. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ നിന്നുള്ള ഒരു ഡേറ്റയും കറന്റ്ലി ആ സോഴ്സ് കോഡിൽ കൂടെ എങ്ങോട്ടും പോകുന്നില്ല, ഒരു സർവീസിലേക്ക് ഒന്നും പോകുന്നില്ല. സോ യുവർ ഇൻഫർമേഷൻ സേഫ്, പേഴ്സണൽ ഇൻഫർമേഷൻ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. സോ ബട്ട് ഇഫ് സമൺ എൽസ് വാണ്ട്സ് ടു മേക്ക് ദർ ഓൺ വേർഷൻ, അവർക്ക് ഇതിന് ഡേറ്റ എടുത്ത് വേറെ എങ്ങോട്ടും കൊണ്ടുപോകണമെങ്കിൽ ദേ ക്യാൻ ഈവൻ ഡു ദാറ്റ്. They can just edit the source code that I made available on my platform. So it's basically up to the user. But in this version, it doesn't have any data transfer from the user to any kind of service or anything. ഒന്നുമില്ല. സോ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സേഫ് എന്നാണ് പറയുന്നത്. സോ ഇതിനെ ഇപ്പം മോഡിഫൈ ചെയ്യുവാണെങ്കിൽ വാട്ട് ആർ ദ പ്രോഡക്റ്റ് ആർ യു ഗോണ തിങ്ക്? ഐ മീൻ ആസ് ഐ സെഡ് ബഞ്ച് സ്മാർട്ട് വാച്ചസ് ആർ ഔട്ട് ദേർ, അല്ലെങ്കിൽ ടാബ്ലറ്റ്സ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. സോ ആർ യു തിങ്കിങ് ഓഫ് സംതിങ് ലൈക്ക് ഇൻ ദ നിയർ ഫ്യൂച്ചർ? I'm not actually inclined to making any products right now, but I have this platform. That's what I'm currently doing. I have this platform called DIY hacking. So ഇത് just one of the projects on that platform. ഇത് ആദ്യം ടെക്ക്രഞ്ചിലായിരുന്ന ഫീച്ചർ ആയ ഒരു ഓപ്പൺ സോഴ്സ് ഗൂഗിൾ ഗ്ലാസ് ക്ലോൺ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണ് ഇത് പോപ്പുലർ ആയത്. സോ എൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ അപ്പാർട്ട് ഫ്രം ദിസ് there are about 9 to 11 other projects. എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജീസിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ്. യു ഹാവ് ഹോം ഓട്ടോമേഷൻ ട്യൂട്ടോറിയൽസ്, യു ഹാവ് സ്മാർട്ട് ഫോൺ കണക്റ്റഡ് ഡിവൈസ് ട്യൂട്ടോറിയൽസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ബേസ്ഡ് ട്യൂട്ടോറിയൽസ് എക്സെട്ര. അങ്ങനത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് കവർ ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും ഞാൻ ഓപ്പൺ സോഴ്സായി ട്യൂട്ടോറിയൽസും സോഴ്സ് കോഡും അടക്കം ഇട്ടിട്ടുണ്ട്. So basically what I'm currently doing is going ahead with the platform. I'm also authoring a book. ഈ പ്രോജക്ട്സ് ഈ പ്രോജക്ട്സ് എല്ലാം കൂടെ ഞാൻ ഒരു ബുക്ക് ഫോമിലാക്കി ടു മേക്ക് ഇറ്റ് മോർ കൺവീനിയൻറ്റ് ഫോർ ദ പീപ്പിൾ ടു ക്യാച്ച് അപ്പ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആൻഡ് ഹൗ ദേ ക്യാൻ ഡു റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. ഇപ്പോൾ ഉള്ള ഓപ്പൺ സോഴ്സ് ടൂൾസ് വെച്ച് ആർക്ക് എപ്പോൾ വേണമെങ്കിലും സ്വന്തമായിട്ട് ഒരു വെയറബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. വീട്ടിലിരുന്ന് ഈ റാസ്ബെറി പൈ, അർഡിനോ അങ്ങനത്തെ കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ എക്സ്പോഷറും കൊടുക്കാനാണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആ പ്ലാറ്റ്ഫോം വെച്ച്. സോ ഇൻ ഓർഡർ ടു മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ്, ഇവിടുത്തെ സ്റ്റുഡൻസ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസും അതർ സ്റ്റാർട്ടപ്പ് കമ്പനീസും എങ്ങനെ അവർക്ക് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ചെയ്യാം, ഒരു ഐഡിയ ഉണ്ട്, അതിനെ എങ്ങനെ ഒരു ഹാർഡ്വെയർ പ്രോഡക്റ്റ് ആക്കാം, അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലാറ്റ്ഫോം ചെയ്തത്. സോ ലൈക്ക് എവറി അതർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇന്നോവേറ്റർ, did you try to patent this, and if yes, did you try to sell this to any company? So basically like I said, it's an open source project. Open source എന്ന് പറഞ്ഞാൽ പേറ്റന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, എല്ലാം ഓപ്പൺ ആണ്, ആർക്ക് എങ്ങനെ വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാം. പക്ഷേ ഐഡിയ is yours. Idea is yours, but basically എൻ്റെ ഇന്റൻഷൻ എന്താന്ന് പറഞ്ഞാൽ if someone else wants to എന്താ ഈ പ്രോജക്റ്റ് ഒന്ന് ടേക്ക് അപ്പ് ചെയ്യണം, അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഇതിലേക്ക് കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്യും. ഓക്കെ, so they'll add extra features to this. അപ്പോൾ what is happening is that the project is building. Initially ഒരു ചെറിയൊരു സിമ്പിൾ പ്രോട്ടോടൈപ്പ് ആയത് വേറെ ആൾക്കാർ, കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ ആഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വലിയൊരു സാധനമാവും. സോ അതാണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. എനിക്ക് ഇതിന്നൊരു ഇൻകമോ ഇത് കിട്ടാനല്ല, ബട്ട് അതേഴ്സിന് ഇതൊരു മോട്ടിവേഷനും അവർക്ക് ഇതിൽ വർക്ക് ചെയ്യാനും വെയറബിൾ ടെക്നോളജീസിനെ പറ്റി ഒരു ഫീലിംഗ് കിട്ടാനും
ഉള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് മെയിൻലി ഈ പ്രോജക്റ്റിന്റെ. Okay. So there is no patent or anything involved in this. നല്ല ഓപ്പൺ ആണ്, anyone can take it. അത് ശരി. ഈ ഗൂഗിൾ ഗ്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഗിവ് ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് സേ ഓക്കെ ഗ്ലാസ് എന്നാണ് അവരുടെ അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ. സോ ഇൻ യോഴ്സ് വാട്ട് ഇസ് ഇറ്റ്? എക്സാക്ട്ലി. എൻ്റെയിലും അതേമാതിരി വോയിസ് റെക്കഗ്നീഷൻ ഉണ്ട്. ഒരു ചെറിയ മൈക്ക് വെച്ചിട്ടുണ്ട്. ഇൻ ദാറ്റ് ഞാൻ കസ്റ്റമായി പ്രോഗ്രാം ചെയ്യുന്ന കുറച്ച് വോയിസ് കമാൻഡ്സ് ഉണ്ട്. യൂട്യൂബ് ആക്സസ് ചെയ്യാൻ, ഗൂഗിൾ മെയിൽ ചെക്ക് ചെയ്യാൻ, വീഡിയോ സ്ട്രീം ചെയ്യാൻ, അതിനെല്ലാത്തിനും ഓരോ കമാൻഡ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൂഗിൾ മാരി തന്നെ. സോ ഇഫ് യു സേ ദോസ് കമാൻഡ്സ്, സോ എനിക്കിപ്പോൾ ഗൂഗിൾ സെർച്ച് ഫോർ എക്സാമ്പിൾ എനിക്ക് TV ന്യൂ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യണം. ഐ കൻ ജസ്റ്റ് സേ ഗൂഗിൾ TV ന്യൂ. Then അപ്പോൾ തന്നെ സെർച്ച് റിസൾട്ട്സ് വരും TV ന്യൂവിൻ്റെ. So if I want to watch a Youngistan program on YouTube, I can just say YouTube Youngistan. യങ്ങിസ്ഥാൻ്റെ യൂട്യൂബ് വീഡിയോസ് ലിസ്റ്റ് ചെയ്ത് വരും. സോ അങ്ങനത്തെ വോയിസ് കമാൻഡ്സ് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സോ യു ജസ്റ്റ് നീഡ് ടു ആഡ് ദാറ്റ് പ്രീഫിക്സ് കറസ്പോണ്ടിംഗ്ലി. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. സോ ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ യു ക്യാൻ ലൈക്ക് ആക്ച്വലി സീ ഇറ്റ് ലൈക്ക് 3D വേർഷൻ. You can? Exactly. So ഈ ബൾക്കിനെസ്, ഇവിടെ കാണുന്ന ബൾക്കിനെസ് മെയിൻലി ആ ഒരു ഡിസ്പ്ലേ ഉണ്ട്, ഒരു LCD ഡിസ്പ്ലേ. സോ ഇഫ് എ പേഴ്സൺ വെയറിംഗ് ഇറ്റ്, ആദ്യം കാണുന്ന ആ ഒരു ലെൻസിൽ കൂടെ ആ ഡിസ്പ്ലേ ആണ്. സോ ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു സ്ക്രീൻ ആയിട്ട് തന്നെ ഇമാജിൻ ചെയ്താൽ മതി. നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ യൂസ് ഗൂഗിൾ യൂട്യൂബ്, ആ ഒരു സ്ക്രീൻ തന്നെ നമ്മുടെ കണ്ണിന് മുമ്പിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും അതേ എക്സ്പീരിയൻസ്. അത് ശരി. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. യു വാണ്ട് ടു വെയർ ഇറ്റ്? Yeah, sure. So basically ഇത് കുറച്ച് ബൾക്കി ആണെങ്കിലും it's supposed to look like this, where one eye is immersed in the head-mounted display. So what do you exactly see now? So right now there's the home screen running on the PC. അപ്പോൾ നോർമൽ ഒരു PC ഉള്ള മാതിരി തന്നെ ഒരു ഹോം സ്ക്രീൻ ഉണ്ട്. My computer, desktop, the last icon, the start button, everything. Yeah. സോ ബേസിക്കലി ഇതിലിപ്പോൾ റൺ ചെയ്യുന്ന ലിനക്സാ. അപ്പോൾ വിൻഡോസ് മാതിരി തന്നെ മൈ കമ്പ്യൂട്ടർ ഒന്നും ആയിരിക്കില്ല, ബട്ട് സെയിം ഇന്റർഫേസ് ഒരു PC-യിൽ ഉണ്ടാവുന്ന അതേ ഇന്റർഫേസ് ആയിരിക്കും. Lovely, very interesting. All right, thank you very much. Thank you very much for coming on my show. And I'm sure ഇതുപോലെ തന്നെ ഇനിയും കുറേ ideas you're coming up with that, അല്ലേ? Yeah, definitely. All right, thank you. Yeah, thank you. So that was Arvind. Arvind ചെയ്തത് ആക്ച്വലി നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന ഒരു ഫ്രേസ് വേണമെങ്കിൽ റിയാലിറ്റി ആക്കി എന്ന് പറയാം അല്ലേ. സോ ഇതുപോലെ തന്നെ ഒരു കപ്പിളിനെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട്. ബട്ട് ഫോർ ദാറ്റ് ജസ്റ്റ് യു ഹാവ് ടു വെയിറ്റ് എ ബിറ്റ്. ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. Welcome back to Youngistan. So youngsters-ന്റെ ഒരു വലിയ ആഗ്രഹമാണ് ടു സെറ്റിൽ ഡൗൺ ഇൻ ലൈഫ്. ഫോർ ദാറ്റ് അവർ ജോലി ചെയ്യുന്ന സമയത്ത് they work hard and toil and struggle and later succeeds in finding a heaven. I mean, ഞാൻ ചോദിച്ചു ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സിനോട് എവിടെ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു after say 10 to 15 years, and guess what they had to say? I would probably not like the city because 15-20 years if I am away from my job, I would like to settle somewhere which is quieter, calm, more nature kind of stuff. Even if it is a house or a flat, even if it is in a city or a town, it should be considered as an investment only. But then it again depends. My choice would depend on the facilities that are around the house or the flat. Yeah, I want to settle in a village and then open my wrestling own chamber, and where I'll start teaching the kids how to do wrestling and boxing. So require a lot of space to build up a wrestling arena make small kids how to do all that stuff. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ I'll go for a quiet place wherein life would be peaceful and things like that. ജോലിയാണെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ബെറ്റർ, സിറ്റിയിൽ പോയി വരാനൊക്കെ താല്പര്യമുള്ളൂ. പക്ഷേ മേ ബി ഐ വിൽ ഡു ബിസിനസ് ഇൻ ഫ്യൂച്ചർ, സോ ദെൻ ഐ നീഡ് എ ഡ്രീം ഹോം അറ്റ് ദ റിവർ സൈഡ്. ദാറ്റ്സ് ഇറ്റ്.
സോ ഇങ്ങനെ ഒരു റെസ്പോണ്ട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഒരു കപ്പിൾ ഒരു 17 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് നമ്മുടെ ആലുവയിൽ വാങ്ങി. അത് അവരൊരു മിനി ഹെവനാക്കി വിത്ത് ദി എയിം ടു അട്രാക്ട് യങ്സ്റ്റേഴ്സ്. വിശ്വസിക്കുന്നില്ല? ചെക്ക് ദിസ് പ്ലേസ് ഔട്ട്. ഹലോ, യങ്കിസ്ഥാൻ്റെ ടീം ഇന്ന് എറണാകുളത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ മാറി ചലക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത് ആക്ച്വലി നമ്മൾ സാധാരണ എറണാകുളത്ത് നിന്ന് കാണുന്നതോ അല്ലെങ്കിൽ ആലുവയിൽ പോകുമ്പോൾ കാണുന്നതോ ഒന്നുമല്ല. ഇപ്പം നമ്മൾ മൂന്നാർ പോവാണ്, അല്ലെങ്കിൽ കൊടൈക്കനാൽ പോവാണ്, ഒരു റിസോർട്ട് തപ്പി പോവാണ്, എവിടെയെങ്കിലും കുറച്ച് സമയം സമാധാനത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. പക്ഷെ അങ്ങനെ വെറുതെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച് സമാധാനമായിട്ട് ഗ്രീനറിയൊക്കെ ആസ്വദിച്ച് ഒരു മാൻമെയ്ഡ് ഒരു ലേക്കുണ്ട്, ആ ലേക്കിലെ താറാവുകളെയൊക്കെ കണ്ട് കോഴി അങ്ങനെ പറയുന്ന എല്ലാ സാധനങ്ങളും ഉള്ള ഒരു അബ്സല്യൂട്ട് ഹെവൻ എന്ന് വേണമെങ്കിൽ പറയാം. എമറൽഡ് ഹിൽസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ എമറൽഡ് ഹിൽസ് തുടങ്ങിയത് ഞാനല്ല. സോ അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. മിസ്റ്റർ വാസുദേവ് ആൻഡ് മിസ്സസ് ഉഷ വാസുദേവ്. ഹലോ ബോത്ത് ഓഫ് യു. നിങ്ങളെ വെയിലത്ത് നിർത്തിയല്ലേ ഇത്രയും നേരം ഞാൻ. പക്ഷേ ഈ വെയിൽ നിങ്ങൾക്ക് ഒന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് സോ മച്ച് ഓഫ് എഫേർട്ട് ഹാസ് ഗോൺ ഇൻ ടു ദിസ് പ്ലേസ്. ക്യാൻ യു ടെൽ മീ വേർ ദിസ് ഓൾ സ്റ്റാർട്ടഡ്? It started in 2004-2005 when we purchased ഈ സ്ഥലമൊക്കെ വാങ്ങിച്ചത് അപ്പോഴാണ്. പിന്നെ അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് we just started and now we are here. In Kerala, it's really very, very expensive. And when you compare it with Hong Kong and all, we are not looking for a lifestyle like that. Here the lifestyle is, live lavishly, enjoy the nature. Presently, our customers are 70 to 80% are youngsters. All are youngsters. And our neighbor and next door neighbor, they are having kids 7 and 10 years old. So, this concept is very good. Can you just, in a very few words, describe how you got this vision of bringing everything under one roof? Actually, we were all staying in Refinery Township, where we have an environment like this. It was in a flat terrain. We were in Gujarat Refinery Township, Barauni Refinery Township, and we visited Guwahati Refinery, where there is a terrain like this. ഈ റോഡ്സ് ഒക്കെ ഇത്രയും തന്നെ വളരെ വീതിയുള്ള റോഡ്സ് ആണ്. All cables, drainage, everything is underground. That means the only greenery there you see. So that is the idea which we got, that okay, greenery should be the base. And luckily we got an area like this, where one side it is paddy field and one side it's a hilly terrain like this. What's a awesome place, അല്ലേ? ക്വയറ്റ്, കാം, പീസ് ആൻഡ് സെറീൻ എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ടായിരിക്കും ദ ബെസ്റ്റ് പാർട്ട് ഇസ് മിസ്റ്റർ വാസുദേവൻ എന്നോട് പറഞ്ഞായിരുന്നു അവർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ എന്നെങ്കിലും അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ 60 വയസ്സ് വരെ അവർ വർക്ക് ചെയ്തില്ല. അവർ 45 വയസ്സായപ്പം രണ്ടുപേരും VRS എടുത്തു. എന്നിട്ട് വൈൽ ദേ വർ യങ് ഇറ്റ് സെൽഫ് ഇങ്ങനെ ഒരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തു. ഇഫ് ദേ ഹാഡൻറ്റ്, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഒരു 60 വയസ്സിലാണ് ഇവർ ഈ പ്ലാൻ തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനെയൊന്നും അവർക്ക് കഴിയത്തില്ലായിരിക്കും, അല്ലേ? So, അവരുടെ ഒരു motto, be young at heart, right? On that note, I leave you today. Until tomorrow, stay young, stay happy. Thank you for watching.